ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ? ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തരംഗമായി കൊണ്ടിരുന്ന വോട്ട് ചോരി. എന്തായിരുന്നു വോട്ട് ചോരി? നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച്, നമ്മുടെ മതനിരപേക്ഷതയെക്കുറിച്ച്, മതേതര മൂല്യങ്ങളെക്കുറിച്ച്, ഇന്ത്യ എന്ന ഡൈവേഴ്സിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു വോട്ട് ചോരി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുകയും ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന ഡാറ്റകൾ പുറത്തുവിടുകയും ചെയ്തു. നമ്മുടെ മീഡിയ എങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയത്തില് നമ്മുടെ മാധ്യമങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളായിട്ട് സംവദിക്കുന്നത്? എത്രത്തോളം ഇതിൽ വിശ്വാസപൂർവമായിട്ടുള്ള ഡാറ്റകളാണ് മീഡിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളോട് കൂടി സംസാരിക്കാൻ ശ്രീ സൈതലവി സർ ഉണ്ട്, ഫോമർ എഡിറ്റർ ചന്ദ്രിക. വോട്ട് ചോരി വിഷയത്തിൽ ദേശീയ തലത്തിൽ മാധ്യമങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഏറെക്കുറെയൊക്കെ ഭരണകൂട അനുകൂല നിലപാടാണ്. ഗവൺമെന്റിന് അനുകൂലമായി നിൽക്കുക, പ്രത്യേകിച്ച് പൗരാവകാശങ്ങൾ മുഴുവൻ ഹനിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. സ്വാഭാവികമായും ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ ഏറ്റവും ഒടുവിലെ സംഭവമാണ് കരൺ താപ്പർക്കും സിദ്ധാർത്ഥ് വരാദിന് എതിരായിട്ടുള്ള സമൻസ് എന്ന് പറയുന്നത്. അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസ്, അതായത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തെ ജയിലറുകളിലേക്ക് തള്ളുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഭരണകൂടം ഒന്ന്. രണ്ട്, മീഡിയകൾക്ക് നൽകുന്ന പരസ്യവും മറ്റ് സഹായകരമായ നിയമ നിലപാടുകളും. ഇത് രണ്ടും പരിഗണിച്ചു കൂടി, ഒന്ന് പൊളിറ്റിക്സ്, രണ്ടാമത്തെ കാര്യം ആനുകൂല്യങ്ങൾ, ഈ രണ്ടും പരിഗണിച്ചുകൂടി രാജ്യത്തെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആ മാധ്യമങ്ങൾ കൂടി ഭാവിയിൽ ബാധിക്കുന്ന ഒരു ജനാധിപത്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടും. മലയാള മാധ്യമങ്ങൾ താരതമ്യേന ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി നിൽക്കാത്തവരാണ്. പക്ഷേ മീഡിയകളിൽ പലരും ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മലയാള മാധ്യമങ്ങൾ മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഒരു തരംഗത്തോളം പോലും നമ്മുടെ തെരുവുകൾ പോലും ഈ വിഷയത്തിൽ, വോട്ട് ചോരി വിഷയത്തിൽ രാഹുലിന് അനുകൂലമായി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ തെരുവുകൾ പോലും സജീവമായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പോലും, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പോലും വേണ്ടത്ര തെരുവുകളിൽ ജാഗ്രതയോടുകൂടി ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമം പോലെ തന്നെ ഗൗരവതരമായ അല്ലെങ്കിൽ അതിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രവേശമാണ് ഈ വോട്ടവകാശ നിഷേധവും കള്ളവോട്ട് ചേർക്കലും എന്ന് പറയുന്നത്. ഇപ്പോ വോട്ട് ചോരി എന്നുള്ള വിഷയം അപ്പോ നമ്മള് സമകാലികമായിട്ട് അത്രയധികം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോ നമ്മളെ യുവതലമുറയും അതുപോലെ നമ്മൾ വേണ്ട രൂപത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങൾ ഇത്രയധികം കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് സർ പറയുന്നത്. ഒരു 19-20 വയസ്സുള്ള കുട്ടികള് ഇപ്പോ ജനാധിപത്യത്തെ കുറിച്ചും അതല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തൊരു സമൂഹമാണ് കടന്നു വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ മാഗസിന്റെ വിഷയം തന്നെ ജൻ ബീറ്റ എന്നായിരുന്നു. നമ്മള് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയായിരുന്നു പൊളിറ്റിക്കൽ തലമുറ എന്നുള്ളത്. രാഷ്ട്രീയപരമായിട്ട് ഒരു മുന്നോട്ടും ഇല്ലാത്ത ഒരു തലമുറയിൽ നമ്മൾ എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക, ജനാധിപത്യത്തോടെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി അറിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതനിരപേക്ഷത, മതമൂല്യങ്ങള്, ഇതിനെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറേഷനെ എങ്ങനെയാണ് നമ്മൾ ഭാവിയിൽ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലോകത്തെ എല്ലാ ക്യാമ്പസുകളും രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്, രാഷ്ട്രീയമാണ് സംസാരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മുടെ വർത്തമാനകാല ക്യാമ്പസ്, ഇപ്പോൾ കേരളം പോലുള്ള പ്രദേശങ്ങളിലെ ക്യാമ്പസുകളിൽ ഈ രാഷ്ട്രീയത്തിന് പകരം തീർത്തും വ്യക്തിനിഷ്ഠമായ നിലപാടുകളും സമീപനങ്ങളുമാണ് വർദ്ധിച്ചു വന്നത്. അവരവന്റെ കാര്യം, അവനവന്റെ ഒരു സ്വാർത്ഥം എന്ന ലോകത്തേക്ക്, അത് വിനോദമാവട്ടെ മറ്റ് സംഗതികളാവട്ടെ, അതിൽ ഒരു വിഷയത്തെയും ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഇപ്പോൾ തീർന്നു പോകും, ഇനി അടുത്ത വിഷയം നമുക്ക് അപ്പോൾ വരുമ്പോഴല്ലേ, അത് വരുന്ന സമയത്ത് നോക്കാമെന്ന് കാണുന്ന ഒരു ലാഘവ മനസ്സ് ക്യാമ്പസിനുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ പണ്ട് ഹൈസ്കൂൾ തലത്തിൽ പോലും രാഷ്ട്രീയം സജീവമായിരുന്നു. രാഷ്ട്രീയം സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നു. സ്വാഭാവികമായി അവർ മാതൃസംഘടനകളുടെ രാഷ്ട്രീയമാണ് ക്യാമ്പസ്, അവർ സ്കൂൾ കോമ്പൗണ്ടുകളിൽ ചർച്ച ചെയ്തിരുന്നത്. പിന്നെ കോളേജ് ക്യാമ്പസുകളിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമുള്ള രാഷ്ട്രീയമായി. ഒന്നേ അതിലൊരു വലിയ ഘടകം എന്ന് പറയുന്നത് വായനയായിരുന്നു. നന്നായി വായിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പസുകളിൽ. ലൈബ്രറികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവർ, അവർക്ക് എന്താണ് ലോകത്ത് നടക്കുന്നത്, നാട്ടിൽ നടക്കുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയുമായിരുന്നു. അതിന് ചരിത്രത്തിന്റെയും വർത്തമാനത്തിന്റെയും പിന്നെ അടിസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പൊ തീരെ ഇല്ലെന്നല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല മറുപടി പറയുന്നവരുണ്ട്. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ നല്ല മറുപടി പറയുന്നവർ എന്ന് പറയുന്നത് പോലും ഒരു 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ജനറേഷനാണ്. എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ ഉണരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ക്യാമ്പസുകൾ ഉണരില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്നാണ് ഭരണകൂടങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ ഉണർന്നെണീറ്റാൽ ഭരണകൂടങ്ങളെയൊക്കെ മാറ്റിപ്പണിയാൻ കഴിയും.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ലോകത്ത് നടന്ന എല്ലാ സമരങ്ങളുടെയും പിന്നിൽ, മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ വിപ്ലവങ്ങൾ, ലോകത്തെ എല്ലാ വിപ്ലവങ്ങളുടെയും പിന്നിൽ ക്യാമ്പസുകളായിരുന്നു. ആ ക്യാമ്പസുകളുടെ ആശയങ്ങളായിരുന്നു. ക്യാമ്പസിൽ നിന്ന് ഒരു ആശയം രൂപപ്പെടുകയും ആ ആശയം രാജ്യമാകെ വിടർന്നു കത്തുകയും ചെയ്തിരുന്നിടത്ത് നിന്ന് ക്യാമ്പസുകളിലേക്ക് എത്തുമ്പോൾ ഈ വിഷയങ്ങൾ തണുത്ത് മരവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ക്യാമ്പസ് ഉണരാഞ്ഞിട്ടല്ല, ക്യാമ്പസിന്റെ ഉണർച്ച ഉള്ളത് അത് വേറൊരു ലോകത്താണെന്ന് മാത്രം. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ, നല്ല പ്രതിഭയുള്ള കുട്ടികൾ, ലോകത്ത് അറിവെല്ലാം സ്വായത്തമാക്കിയ കുട്ടികൾ പണ്ടത്തെ തലമുറ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ക്യാമ്പസിലുണ്ട്. പക്ഷേ ആ അറിവുകളെ അവർ മാറ്റിവെക്കുകയും പകരം അവരവരുടെ കുറച്ചുകൂടി ഈ വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതികരണമായിട്ട് ക്യാമ്പസുകൾ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരട്ടെ. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ. ഏതെങ്കിലും സംഘടനാ രാഷ്ട്രീയം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ക്യാമ്പസുകൾ പൂർണ്ണമായും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അവസ്ഥ. ക്യാമ്പസുകളുടെ ക്യാമ്പസ് പ്രായത്തിന്റെ, കൗമാരപ്രായത്തിന്റെ എല്ലാ മധുരമായ സംഗതികളും ആവശ്യമാണ്. അതെല്ലാം ഉണ്ടാവണം. ക്യാമ്പസിന്റെ ആ ഒരു വിനോദകാലം തന്നെയാണ്, പഠനത്തിനൊപ്പം വിനോദവും ഒക്കെയുള്ള കാലഘട്ടം തന്നെയാണ്, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ക്യാമ്പസിന് ഒരു വിപ്ലവം നടത്താൻ കഴിയണം. ക്യാമ്പസുകൾക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയണം. ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഈ ജനാധിപത്യ ധ്വംസനം, സ്വാതന്ത്ര്യ നിഷേധം, ഭരണകൂടങ്ങളുടെ അഴിമതി, ഇത്തരം കാര്യങ്ങളൊക്കെ ക്യാമ്പസിൽ ചർച്ച ചെയ്യപ്പെടണം. കോളേജ് യൂണിയനുകൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ വരണം. അത് ഏതെങ്കിലും മതത്തിനോ സമുദായത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നും എതിരല്ല. നമ്മൾ തുറന്നെതിർക്കുന്ന ഒരു വിഭാഗമായിട്ട് വിദ്യാർത്ഥി സമൂഹം വരണം. അതാണ് പ്രബുദ്ധത എന്ന് വരുന്നത്. ഇനിയുള്ള ദശകങ്ങളിൽ ഈ പ്രബുദ്ധതയുടെ തോളിൽ കൈവച്ച് നീങ്ങുന്ന ഒരു ക്യാമ്പസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വിജയമുള്ളൂ.